അപ്പോൾ ഇന്നത്തെ കഥ എന്തെന്ന് വെച്ചെങ്കിൽ നാട്ടിലെത്തിയിട്ട് ഞാൻ ഇതുവരെ ഉറങ്ങിയിട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലായിടത്തും പോക്കന്നെ. ഓക്കെ, ചങ്ങായിമാർ കുറേ ഉണ്ടല്ലോ. ആദ്യം ഞാൻ കോട്ട് എടുത്തിട്ട് പോയതായിട്ട് നമ്മളെ കഫേയിൽ പോയി കിച്ചണിൽ നമ്മളെ ബഡബൈ ക്യാ കർത്താ ഹേ. ഓക്കെ, അടുത്തത് സൂപ്പി. ഇത് നമ്മളെ സൂപ്പി. ബാക്കിയുള്ളവരെ കാണിക്കാതെ എന്താ വെച്ചാൽ അവർക്ക് ക്യാമറേൻ്റെ മുമ്പിൽ വരാൻ നാണക്കേടായത് കൊണ്ട്. ഓക്കെ, അടുത്തത് ഞാൻ അടുത്ത് ഫ്രൈഡിക്ക് നിന്നിട്ടാ. ഏത് അതാണ് നമ്മളെ സ്നേഹം കണ്ടാ. ഞാൻ പോകുമ്പോൾ ഫ്രൈഡിക്ക് എല്ലാം റെഡിയാക്കി വെച്ചിന്. ആയിക്കോട്ടെ. അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയി നമ്മൾ സ്കൂളിലേക്ക് കിട്ടാം ഒരു NSS സർട്ടിഫിക്കറ്റ് എല്ലാം എടുക്കാനുണ്ടായി. അതെടുക്കാൻ പോയപ്പോൾ ടീച്ചർമാർക്കെല്ലാം സ്നേഹടാ. ആയിക്കോട്ടെ. അത് കഴിഞ്ഞ് ഞാൻ നേരെ ഇസ്ലാമിക് സ്കൂളിൽ പോയി. എന്തിന് എൻ്റെ മരുനെ കൂട്ടാൻ. ഞാനും എൻ്റെ മാമൻ. ഓക്കെ, അവിടെ ഇവൻ നോക്കുക ടീച്ചറെല്ലാം ഉണ്ടാകുമ്പോൾ പുറത്തേക്ക് വെള്ളം കുപ്പിയെല്ലാം കൊണ്ട് തരുന്നു. പിന്നെ മാമൻ്റെ അല്ലേ മോൻ അങ്ങനെ ഉണ്ടാവും. ഇവനാര് പുതിയ അഡ്മിഷൻ ആടാ സൈഡ് എടുക്കടാ. നമ്മളെ ചെക്കൻ നോക്കുമ്പോൾ കിറ്റെല്ലാം എടുത്തിട്ട് പോകുന്നുണ്ട് കേട്ടോ. ആയി പഠിച്ച് വളരട്ടെ ചെക്കനല്ലേ. എന്നിട്ട് ബസ് സ്റ്റോപ്പിൽ വെക്കുമ്പോൾ ആ സത്യം മനസ്സിലായിട്ട് അതിൻ്റെ മുടി പറ്റ ഊരിട്ട് പോകുന്നുണ്ട്. ഞാൻ കഷണ്ടി ആയി. ഓക്കെ ആയിക്കോട്ടെ. അതെനിക്ക് നമ്മളെ ചങ്ങായില്ല 10 റുപ്യേൻ്റെ ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് 10 കിലോമീറ്റർ അപ്പുറം പോയിട്ട് 100 റുപ്യേൻ്റെ ഒരു അവിൽ മിൽക്കും വാങ്ങി തന്നിന്. എന്തിനെന്തോ ഒന്നും കൊള്ളൂല. അതെൻ്റെ വേറെ ചങ്ങായിനെ കണ്ടിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. പിറ്റേ അതിലെ ട്രബിളിയോട് വിളി. അത് ഞാൻ അടുത്തേൽ പറയാം.